ശാന്തി. നമ്മൾ കാലചക്രത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ 4 യുഗങ്ങളെക്കുറിച്ചും 5ാമത്തെ യുഗം സംഗമയുഗത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് സംഗമയുഗത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. കാരണം 4 യുഗങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് പലപ്പോഴും. പക്ഷേ സംഗമയുഗത്തെക്കുറിച്ചൊരു അറിവ് നമുക്ക് എവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. അത് കേവലം ഈ സംഗമയുഗത്തിലാണ് സംഗമയുഗത്തിൻ്റെ അറിവ് സ്വയം പരമാത്മാവെന്ന് നമുക്ക് നൽകുന്നത്. പരംപിത പരമാത്മാ, ആ പരം ജ്യോതി ബ്രഹ്മബാബയിലൂടെ ഈ ഭൂമിയിൽ വന്ന് ഭഗവാൻ നൽകുന്ന ജ്ഞാനത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈശ്വരനാണ് നമുക്ക് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി തന്നിരിക്കുന്നത്. മക്കളെ, ഈ സമയം വിശ്വഘടികാരത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. സമയം എത്രയായി? വിശ്വഘടികാരത്തിൻ്റെ ചിത്രം കാണിച്ചു തരുന്നത് എന്താണ്? സമയം സൂചി 12 എന്താർത്ഥം? കലിയുഗം പൂർത്തിയാകാണ്, സത്യുഗം വരികയാണ്. ഇതിൻ്റെ ഇടയിലുള്ള ഈ വേള, അതാണ് ചെറിയൊരു ഗ്യാപ്പ് കാണുന്നില്ലേ വിശ്വഘടികാരത്തിൽ? അപ്പോൾ വിശ്വത്തെ ഒരു ഘടികാരത്തോട് ഉപമിച്ചാൽ ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്തിൻ്റെ പേര്, ഈ വർത്തമാന കാലഘട്ടത്തിൻ്റെ പേരാണ് സംഗമയുഗം. എന്തുകൊണ്ടാണ് ഇതിനെ സംഗമെന്ന് പറയണേ? കലിയുഗത്തോടു കൂടി ഒരു കൽപ്പം പൂർത്തിയാക്കാണ്, സത്യുഗത്തോടു കൂടി അടുത്ത കൽപ്പം ആരംഭിക്കുകയാണ്. ഈ 2 കൽപ്പങ്ങളുടെ ഇടയിലുള്ള സമയം, ഒരു കൽപ്പം പൂർത്തിയായി അടുത്ത കൽപ്പം ആരംഭിക്കുന്നതിനിടയിലുള്ള സമയം, അതുകൊണ്ടാണ് ഈ സമയത്തെ സംഗമെന്ന് പറയുന്നത്. ഇത് പുതിയൊരു യുഗമല്ല. യഥാർത്ഥത്തിൽ കലിയുഗത്തിൻ്റെ തന്നെ അവസാന നാളുകളാണ്. പക്ഷേ ഇത് സംഗമയുഗമെന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടെന്നാൽ സംഗമെന്ന് വിളിക്കാൻ കാരണം, എപ്പോഴാണോ പരംപിത പരമാത്മാ ധർമ്മസ്ഥാപനയ്ക്ക് വേണ്ടി സത്യജ്ഞാനം നൽകാൻ ആ സത്യസ്വരൂപൻ ഈ ഭൂമിയിലേക്ക് വരികയും നമുക്ക് ഈശ്വരീയ ജ്ഞാനം നൽകി വെളിച്ചം തരുന്നത്, തിരിച്ചറിവിൻ്റെ വെളിച്ചം തരുന്നത്, അന്ന് മുതൽ സംഗമയുഗമാണ്. ഭഗവാൻ ഭൂമിയിൽ വന്ന് ഈ കർത്തവ്യം ചെയ്യാൻ 1936 ആരംഭിച്ചിട്ടുണ്ട്. അന്ന് മുതൽ സംഗമയുഗ വേളയാണ്. ഇതുവരെ പരമാത്മാവിൻ്റെ ഈ കർത്തവ്യം ഈ ഭൂമിയിൽ നടക്കുന്നു, ആ സമയത്ത് സംഗമെന്ന് പറയാം. ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ഈ തിരിച്ചറിവിൻ്റെ വെളിച്ചം കിട്ടിയോ? ഞാൻ ആരാണെന്നും ആരുടേതാണെന്നും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിൻ്റെ പ്രത്യേകത എന്താണ്, ഈ സമയത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ചെയ്യേണ്ടത് ചെയ്യാനും നമ്മളെപ്പോൾ തുടങ്ങുന്നു, അന്ന് മുതൽ നമുക്കും സംഗമയുഗമാണ്. അതുകൊണ്ട് ഇനി നമ്മളാരും പറയരുത് നമ്മൾ കലിയുഗിയാണ്. കലിയുഗ അല്ലേ, കലിയുഗ വിശേഷം, അങ്ങനെയല്ലേ പറയുക? കലഹക്ലേശത്തിൻ്റെ കാലഘട്ടം, അതൊക്കെ കലിയുഗത്തിൻ്റെ വിശേഷം. കലിയുഗത്തിലായിരുന്നു ഇന്നലെ വരെ നമ്മൾ. പക്ഷേ ഇന്നുകളിൽ ഇപ്പോൾ നമ്മളെവിടെയാണ്? സംഗമയുഗവാസികളാണ്. നിത്യേനയുള്ള ഭഗവാന്റെ മഹവാക്യങ്ങളിൽ ജ്ഞാനമുരളി കേൾക്കാൻ തുടങ്ങുമ്പോൾ ഭഗവാൻ പലതവണ ഈ വാക്ക് പറയും, ഇത് സംഗമയുഗമാണ്. അപ്പം നമ്മൾ ഇത്രയും സൗഭാഗ്യശാലികളാണ്. ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മുഹൂർത്തം ഏതാണെന്ന് മനസ്സിലാക്കിയവരാ. മുഹൂർത്തത്തിനാണല്ലോ വാല്യൂ, സമയത്തിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കണം. ഈ സമയത്തിൻ്റെ വാല്യൂ എന്താണ്? സ്വയം പരമാത്മാ ഈ ഭൂമിയിൽ വന്ന് പരമാത്മാ അവതരണം നടന്നിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് പ്രഭു ഗുപ്ത സമയം ആണിത്. പ്രഭു ഗുപ്ത രൂപത്തിൽ തൻ്റെ കർത്തവ്യം ചെയ്യാണ്. എന്താ പരമാത്മാവിൻ്റെ കർത്തവ്യം? പുരുഷോത്തമ യുഗം, അതിലുണ്ട് പരമാത്മാവിൻ്റെ കർത്തവ്യം. ഈ സമയത്തെ പുരുഷോത്തമ യുഗം എന്ന് പറയണം. ഭഗവാൻ വന്നിട്ട് എന്താ ചെയ്യണേ? നമ്മൾ ഓരോ ആത്മാവിനെയും ഉത്തമനായിട്ട് മാറാൻ, പുരുഷന്മാരിൽ ഏറ്റവും ഉത്തമൻ, ആത്മാവിനെ ഏറ്റവും ഉത്തമനാക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മളെ സദോഗുണികളാക്കി മാറ്റുന്ന സമയമാണിത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന സമയമാണ്. ബാറ്ററി റീചാർജ് ചെയ്യാനുള്ള ടൈമാണ്.
അതുകൊണ്ട് ഈ സമയത്തെ സംഗം യുഗത്തെ മംഗളകാരി യുഗമെന്നാണ് പറയണത്. കാരണം എന്താ ഇവിടെ സംഭവിച്ചിരിക്കണം? മംഗളം, വിശ്വമംഗളകാരി പരമാത്മാവാണ്. ഈ മുഴുവൻ ലോകത്തിന് മംഗളം ചെയ്യുന്ന ആൾ. ആ പരംപിത പരമാത്മാ ഈ ഭൂമിയിൽ വന്ന് മുഴുവൻ വിശ്വത്തിൻ്റെ മംഗളം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഞാനും സ്വമംഗളം ചെയ്യണം, ജനമംഗളം ചെയ്യണം, വിശ്വമംഗളം ചെയ്യണം, കുടുംബമംഗളം ചെയ്യണം, സമൂഹത്തിൻ്റെ മംഗളം ചെയ്യണം. അതിനുള്ള ടൈമാണിത്. പരമാത്മ മംഗളകാരിയാണെങ്കിൽ അച്ഛൻ്റെ അതേ ജോലിയാണ് മക്കളും ചെയ്യേണ്ടത്. പരമാത്മാവിൻ്റെ കർത്തവ്യമാണ് ഈ ആത്മാവിൻ്റേതും. അപ്പം ഞാൻ ഏത് കുടുംബത്തിലിരിക്കുന്നോ ആ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും മംഗളം ചെയ്യുക. കാരണം ഭഗവാൻ സർവരുടെയും മംഗളം ചെയ്യുന്നത് പോലെ ഭഗവാന്റെ കുട്ടിയായതുകൊണ്ട് എൻ്റെ കൂടെയുള്ളവരെല്ലാം പരമാത്മാവിൻ്റെ കുട്ടികളാണ്. എൻ്റെ അയൽവീട്ടിലുള്ളതും പരമാത്മാവിൻ്റെ കുട്ടികളാണ്. ഞാൻ എവിടെ കാണുന്നു മുഴുവൻ വിശ്വത്തിൽ കാണപ്പെടുന്നത് പരമാത്മാവിൻ്റെ മക്കളാണ്. അതുകൊണ്ട് ആരോടൊപ്പം ഇടപഴകുകയാണെങ്കിലും, ഞാൻ വീട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും, ഞാൻ എവിടെ പോയാലും, ഞാനൊരു വണ്ടിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും എൻ്റെ കൂടെ ആര് യാത്ര ചെയ്യുന്നു അവർക്കും എൻ്റെ അടുത്തുനിന്ന് സുഖം കിട്ടണം, സന്തോഷം കിട്ടണം. ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടൊരു യാത്ര എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് പോലും ഉണ്ടാവരുത്. അവർക്ക് വേണ്ടി എന്തെങ്കിലും സുഖം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ സുഖം കൊടുക്കുന്ന കാര്യം ചെയ്തിട്ട് സന്തോഷം കൊടുത്തിട്ട് അവരിൽ നിന്നും ആശീർവാദം വാങ്ങണം. അതാണ് ഈ സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത്. ഭഗവാൻ അതാ പറയണ, മക്കളെ ഞാൻ മംഗളകാരിയാണ്, നിങ്ങൾ എൻ്റെ മക്കളാണ്, അതുകൊണ്ട് നിങ്ങൾ എവിടെയാണോ അവിടെ മംഗളം ചെയ്യും. ഇതാണിപ്പോൾ നമുക്ക് റീതിങ്ക് ചെയ്യേണ്ട സമയം. നമ്മൾ ഓരോരുത്തരും അവരവരിലേക്ക് തിരിഞ്ഞു നോക്കൂ. ഞാൻ എവിടെയാണോ, ആരുടെ കൂടെയാണോ, രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എല്ലാവർക്കും വേണ്ടി മംഗളം, മംഗളാർത്ഥം നന്മ ചെയ്യുന്നുണ്ടോ? അതുകൊണ്ടാണ് കല്യാണം എന്ന് പറയുന്നത്. വിവാഹത്തിന് കല്യാണം എന്ന് പറയും. വിവാഹം തന്നെ എന്തിനാണ് നടക്കണേ? ഒരു പെൺകുട്ടി ആൺകുട്ടിയും കൂടെ കല്യാണം എന്ന് പറഞ്ഞാൽ മംഗളം. ആ വാക്ക് ഹിന്ദിയിലുള്ളതാ. മംഗളം, പരസ്പരം മംഗളം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കുടുംബം. പരസ്പരം മംഗളം ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമുക്കൊരു ബന്ധം ഉണ്ടാക്കാൻ യാതൊരു റൈറ്റുമില്ല, അവകാശമില്ല, ബന്ധത്തിൻ്റെ ആവശ്യമില്ല. ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ പരസ്പര സുഖം കൊടുക്കാനാണ്. ഇല്ലെങ്കിൽ ബന്ധങ്ങൾ ഉണ്ടാക്കാനേ നമുക്ക് പാടില്ല. ദുഃഖം കൊടുക്കാനാണെങ്കിൽ, വേദന കൊടുക്കാനാണെങ്കിൽ. അതുകൊണ്ട് നമ്മളൊരു കുടുംബത്തിലിരിക്കുക അർത്ഥം ആ കുടുംബത്തിൻ്റെ മംഗളകാരിയാകണം. അടുത്തുള്ളവരുടെ മംഗളകാരിയായിട്ട് എനിക്ക് എന്തൊക്കെ മംഗളം ചെയ്യാൻ പറ്റും? ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് കടന്നു പോകുന്നതിൻ്റെ ഇടയിൽ ടോട്ടൽ വിശ്വത്തിന് വേണ്ടി ഞാനൊരു സങ്കല്പം കൊണ്ടുവരികയാണെങ്കിൽ നമ്മളെ ചെക്ക് ചെയ്യണം. എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഓരോ വിചാരവും എല്ലാവരുടെയും മംഗളത്തിനാണ്. നടന്നു പോവുകയാണെങ്കിൽ പോലും നല്ല വിചാരങ്ങളോടുകൂടി നടക്കുക. അപ്പം നമ്മുടെ വിചാരങ്ങളുടെ ഊർജം ഈ പ്രകൃതിയിലും മംഗളം ഉണ്ടാക്കും, ജീവജാലങ്ങൾക്കും മംഗളം ഉണ്ടാക്കും. അതല്ലേ നമ്മളെ പഠിപ്പിച്ച ലോക സമസ്ത സുഖിനോ ഭവന്തു, വിശ്വത്തിലുള്ള എല്ലാവർക്കും സുഖം ഉണ്ടാകട്ടെ എന്ന് ചിന്തിക്കാനാണ്. ചിന്തകൾ പോലും മംഗളകാരി. പരമാത്മ ഈ സമയത്ത് വന്ന് ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ മംഗളത്തിന് വേണ്ടി ഈ സംഗമയുഗത്തിൽ ഭഗവാൻ വന്നിട്ട് ആരംഭിച്ചിരിക്കുന്ന ഒരു മഹാജ്ഞാന യജ്ഞം, അതിൻ്റെ പേരാണ് പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയം. അതാണ് ഈ ചിത്രം നിങ്ങൾ കാണുന്നത്. പരമാത്മാവാണ്, ഈശ്വരനാൽ സ്ഥാപിച്ചിരിക്കുന്ന വിദ്യാലയമാണ്. സ്ഥാപിക്കാൻ പരമാത്മ ഉപയോഗിച്ച മാധ്യമം ബ്രഹ്മബാബയിലൂടെയാണ്. ബ്രഹ്മബാബയിലൂടെ ഈശ്വരീയ ജ്ഞാനം ശ്രവിച്ച് പരമാത്മ നിർദ്ദേശപ്രകാരം ജീവിക്കുന്നവരെയാണ് ബ്രഹ്മകുമാർ കുമാരിമാരെന്ന് പറയണം. അങ്ങനെ പരമാത്മ ആരംഭിച്ച ഈ വിശ്വവിദ്യാലയം 1936 ആരംഭിച്ചു. ഇപ്പോൾ രാജസ്ഥാനിലെ മൗണ്ട് അബു ആസ്ഥാനമാക്കി വിശ്വത്തിൽ ഏകദേശം 147 രാജ്യങ്ങളിൽ ബ്രഹ്മകുമാരീസിൻ്റെ രാജയോഗ സേവാ കേന്ദ്രങ്ങളുണ്ട്. നിങ്ങൾ എവിടെയാണെങ്കിലും ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണ് ഈ ക്ലാസ് കേൾക്കണമെങ്കിലും നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള സെൻറ്റർ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള BK സെൻറ്ററിൻ്റെ അഡ്രസ്സ് കിട്ടും. നിങ്ങളവിടെ പോകണം. പോയിട്ട് ആ സെൻറ്ററിൻ്റെ രാജയോഗ സേവാ കേന്ദ്രത്തിൻ്റെ ആ അറ്റ്മോസ്ഫിയറിൽ, പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ, ദിവ്യമായ അറ്റ്മോസ്ഫിയറിലിരുന്നാണ് ഇത് കേൾക്കേണ്ടത്. അവിടെ പോയിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, അവിടെ പോകുമ്പോൾ
അവിടെ സഹോദരി സഹോദരന്മാർ, ബ്രഹ്മകുമാരിമാർ, ബ്രഹ്മകുമാരന്മാർ, ആരെങ്കിലും നിമിത്ത സഹോദരി സഹോദരന്മാർ പരമാത്മാവിൻ്റെ ഈ ജ്ഞാനം സ്വയം പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നവർ, രാജയോഗ ഈ ധ്യാനം നമുക്ക് പഠിപ്പിച്ചു തരാനായിട്ടുണ്ടാകും, ക്ലാസ്സുകൾ എടുത്തു തരാൻ വേണ്ടിയിട്ടുണ്ടാകും. അവരുടെ മുന്നിലിരുന്ന് നമ്മൾ ഡയറക്റ്റ് കേൾക്കുമ്പോൾ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ പരമാത്മാവിൻ്റെ വീട്ടിൽ തന്നെ, പരമാത്മാവിൻ്റെ വീടർത്ഥം നമ്മുടെ വീടാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ബ്രഹ്മകുമാരീസ് എന്ന് പറഞ്ഞത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനല്ല, പകരം എൻ്റെ വീടാണ്, അച്ഛൻ വീടാണ്. ഞാൻ എൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണെന്നുള്ള ഫീലിംഗ് ഉണ്ടാവും. പലപ്പോഴും പലരും അനുഭവം പറയുന്നത് അങ്ങനെയാണ്. സിസ്റ്ററെ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ വീട്ടിലെത്തിയിരിക്കുക, അച്ഛൻ്റെ അടുത്ത് എത്തിയിരിക്കുക, യഥാർത്ഥ ബന്ധുക്കളുടെ അടുത്ത് എത്തി. കാരണം ആത്മബന്ധം നമുക്ക് ഫീൽ ചെയ്യും. ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം, അതാണല്ലോ രാജയോഗം. അതിനുവേണ്ടി പരമാത്മാവ് വന്ന് ഈ വിശ്വവിദ്യാലയം ആരംഭിച്ച് മുഴുവൻ വിശ്വത്തിന് വേണ്ടി ജ്ഞാനത്താൽ യോഗവിദ്യ പഠിപ്പിച്ച്, ജ്ഞാനം കൊണ്ട് യോഗം കൊണ്ട് നമ്മളെ സശക്തരാക്കാൻ. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. പരമാത്മാ ഈശ്വരീയ ജ്ഞാനം നൽകി നരനെ നമ്മൾ ഇതിൽ 2 ചിത്രം നിങ്ങൾ കണ്ടില്ലേ? ഒരു സൈഡിൽ കാണിച്ചിരിക്കുന്നത് നരകം, മറു സൈഡിൽ സ്വർഗം. നരകത്തിൻ്റെ അവിടെ ഒരു സ്ത്രീ പുരുഷൻ്റെ ചിത്രമുണ്ട്, സ്വർഗത്തിൻ്റെ അവിടെ ഒരു ദേവൻ്റെയും ദേവിയുടെയും ശ്രീലക്ഷ്മി ശ്രീനാരായണൻ്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം കലിയുഗ ജീവിതം ഇരുട്ട് നിറഞ്ഞതാകാൻ കാരണം എന്താണ്? നരനിലും നാരിയിലുമുള്ള നമ്മളിലെ ഇരുട്ട് നിറഞ്ഞ സ്വഭാവങ്ങൾ. ഇരുട്ടെന്ന് പറഞ്ഞാൽ മുള്ളുപോലെയുള്ള സ്വഭാവം. നമ്മൾ മറ്റുള്ളവർക്ക് വേദന കൊടുക്കുന്ന വാക്കും പ്രവൃത്തികളും പെരുമാറ്റങ്ങളും ശീലങ്ങളും, അങ്ങനെയുള്ള നമ്മളിലെ ദുശീലം, ദുസ്വഭാവം, ദുർവികാരങ്ങൾ, ദുഷ്ചിന്തകൾ, ദുർനടത്തം, അതെപ്പോഴാണോ നമ്മൾ സ്വാഹ ചെയ്യണം. അതാണ് ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. കണ്ടില്ലേ? നരനും നാരിയും ഇരുന്ന് സ്വാഹ ചെയ്യണം. യജ്ഞം ആരംഭിച്ചു കഴിഞ്ഞു പരമാത്മാ. ഇത് ഇഷ്ടിക കൊണ്ട് പടുത്ത ഒരു യജ്ഞകുണ്ടല്ല. സാധാരണ നമ്മൾ യജ്ഞം നടക്കുന്നിടത്ത് കാണും, കഷ്ടങ്ങൾ മാറാൻ, ദുരിതങ്ങൾ മാറാൻ, ഐശ്വര്യം വരാൻ വേണ്ടി യജ്ഞം നടത്താൻ പറയും. മുഴുവൻ വിശ്വത്തിൽ ഇപ്പോൾ ഒരു മഹായജ്ഞം നടക്കുക. കാരണം മുഴുവൻ വിശ്വത്തിൽ ഐശ്വര്യം വരാനുള്ള സമയമായി. കാരണം സത്യുഗം തിരിച്ചു വരാൻ പോവുക, വെളിച്ചത്തിൻ്റെ കാലം, എല്ലാവർക്കും മംഗളം ഉണ്ടാകാൻ പോവുക. പക്ഷെ അതിനുവേണ്ടി എന്ത് ചെയ്യണം? എല്ലാവർക്കും മംഗളം ഉണ്ടാവും, ഈ ലോകത്തിന് മുഴുവൻ മംഗളം ഉണ്ടാകാൻ പോവുക. അതാണ് ഭഗവാൻ നമ്മളോട് പറയണേ. ആ മംഗളകാരി യുഗമാണിത്. പക്ഷെ അതിന് നമുക്ക് ഓരോരുത്തർക്കും ഒരു വിരൽ അധ്വാനമുണ്ട്. എന്താ അധ്വാനം? നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാം. അതിനുവേണ്ടി വീടും ജോലിയും ഉത്തരവാദിത്വം ഒന്നും വിടണ്ട. വീട്ടിലിരുന്നുകൊണ്ട് എന്ത് ചെയ്യുക? ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കണ കണ്ടില്ലേ? നരനും നാരിയും ഇരുന്നുകൊണ്ട് എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? സ്വാഹ സ്വാഹ. എന്ത് സ്വാഹ ചെയ്യണം? നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഉള്ള കുപ്പകളെ, വേസ്റ്റിനെ, മുള്ളുകളെ, എന്തൊക്കെ അഴുക്ക് നിറഞ്ഞ സ്വഭാവങ്ങൾ, ശീലങ്ങൾ, കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം, അസൂയ, വെറുപ്പ്, വിദ്വേഷം, പക, പ്രതികാരം, ദേഹമാണെന്ന അഭിമാനത്തിൽ നിന്ന്. അതാണ് അശ്വം. യജ്ഞം നടത്തുന്നിടത്ത് നമ്മൾ പണ്ട് കഥയിൽ കേട്ടിട്ടില്ല, അശ്വത്തെ മുറിച്ച് സ്വാഹ ചെയ്യണം. അശ്വം എന്ന് പറഞ്ഞാൽ കുതിരയെ മുറിക്കുന്ന കാര്യമില്ല. ഏതാശ്വം? ഈ ശരീരം ആകുന്ന കുതിരയുടെ കാര്യമാണ്. ഞാൻ ശരീരമാണെന്ന ബോധം, അതിനാണ് ബോഡി കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഈ ദേഹബോധത്തിൽ നിന്നാണ് എല്ലാ ദുർവികാരങ്ങളും മുള്ളുകളും നമ്മളിൽ നിന്ന് പുറത്തു വന്നത്. അപ്പം അതുകൊണ്ട് ഭഗവാൻ ഈ യജ്ഞം ആരംഭിച്ചിട്ട് എന്താ പറയണേ? മക്കളെ, ഈ അശ്വത്തെ നിങ്ങൾ സ്വാഹ ചെയ്യും. ദേഹത്തെ കളയുന്നല്ല, പിന്നെയും ദേഹമാണെന്ന ബോധം സ്വാഹ ചെയ്യും. ആത്മബോധം കൊണ്ടുവരും. കൂടെയുള്ളവരെ സ്ത്രീ പുരുഷനായിട്ട് കാണാതെ, കറുത്താൾ വെളുത്താളായിട്ട് കാണാതെ, ഹിന്ദു മുസൽമാനായിട്ട് കാണാതെ, ഇന്ത്യക്കാരൻ അമേരിക്കക്കാരനായിട്ട് കാണാതെ, പണ്ഡിതൻ പാമരനായിട്ട് കാണാതെ, എല്ലാവരെയും ആത്മസഹോദരങ്ങളായി കാണും, ഭഗവാന്റെ മക്കളായി കാണും. അപ്പം എന്ത് ചെയ്യാം? ശരീരബോധത്തിൻ്റെ ഈ കുതിരയെ സ്വാഹ ചെയ്യാം, ദേഹബോധത്തെ സ്വാഹ ചെയ്യാം, അതിൽ നിന്നുണ്ടായ എല്ലാ മുള്ളുകളെയും സ്വാഹ ചെയ്യും. അപ്പം ആരാകും? നരൻ നാരായണനെ സമാകും, നാരി ശ്രീലക്ഷ്മിയെ പോലെയാകും. അപ്പോൾ നരനും നാരിയും ചേർന്ന് നമ്മുടെ മുള്ളു പോലെയുള്ള സ്വഭാവങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയെ നരകസമാനാക്കി മാറ്റിയത്. അതിനെ എന്ത് ചെയ്യാം? നരകത്തെ നമുക്ക് സ്വർഗ്ഗാക്കി മാറ്റാം. എന്ത് ചെയ്യണ്ടു? സ്വാഹ. അപ്പം അതുകൊണ്ട് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലൂടെ
പരമാത്മാ ഈ മഹാജ്ഞാന യജ്ഞം ആരംഭിച്ചിട്ട് നമ്മൾ ഓരോ മക്കളെ കൊണ്ടും സ്വാഹ ചെയ്യാൻ പറയാം. യാഗം എവിടെ നടക്കേണ്ടേ? നമ്മുടെ ഉള്ളിൽ. കുപ്പയെല്ലാം എവിടെയാണല്ലോ ഉള്ളത്, കത്തിക്കണം. അതിനു വേണ്ടി എന്ത് വേണം? അഗ്നി ഉണ്ടാക്കണം. അഗ്നി ഏതാണ്? ജ്ഞാനം കൊണ്ട്, യോഗം കൊണ്ടാണ് അഗ്നി ഉണ്ടാക്കേണ്ടത്. അതിനാണ് നിത്യേന സത്സംഗം. അതിന് ഭഗവാൻ ഡെയിലി ഈശ്വരീയ ജ്ഞാനം തരേണ്ടത്. അതാണ് ജ്ഞാനമുരളി. അതാണ് നിങ്ങൾക്ക് സെൻറ്ററുകളിൽ പോയി കഴിഞ്ഞാൽ ഡെയിലി പരമാത്മാവിൻ്റെ മഹാവാക്യം കേൾക്കാം. അത് കേട്ടാലേ നമുക്ക് ഈ സ്വാഹ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഭഗവാന്റെ ജ്ഞാനം കണ്ണാടി പോലെ അത് കാണിച്ചു തരും നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത്. ഡെയിലി സ്വാഹ നടത്തിക്കൊണ്ടിരിക്കണം, ഡെയിലി ക്ലീനിങ്. അതിനാണ് ഈ ജ്ഞാന ധ്യാന മാർഗം. അതുകൊണ്ട് സംഗമയുഗം എന്തിനുള്ളതാണ്? സ്വാഹ ചെയ്യാൻ. സ്വാഹ ചെയ്താലേ നമുക്ക് നമ്മുടെ മനസ്സിനെ ആദ്യം നരകത്തിൽ നിന്ന് സ്വർഗ്ഗാക്കാൻ പറ്റൂ. നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷത്തെ നരകത്തിൽ നിന്ന് സ്വർഗ്ഗാക്കാൻ പറ്റൂ. ഇരുട്ടിൽ നിന്ന് വെളിച്ചം കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ വീടുകളിൽ സ്വർഗം വരുമ്പോൾ എന്തായി? നമ്മുടെ സമൂഹം സ്വർഗമായി. സമൂഹം സ്വർഗമായി അർത്ഥം എന്താ? കലിയുഗം മാറും, സത്യുഗം വരും. അപ്പം സത്യുഗം ആരെ കൊണ്ടുവരേണ്ടേ? നമ്മൾ ഓരോരുത്തരും. അതിനുള്ള സമയമാണ് സംഗമം. അതിന് നമ്മളെ സഹായിക്കാൻ വന്നിരിക്കുന്നതാണ് പരമാത്മാ. അതുകൊണ്ടാണ് ഈ സമയത്തെ എന്ത് പറയണേ? മംഗളകാരി യുഗം. ഓം ശാന്തി. ധ്യാനം ചെയ്യാനിരിക്കുമ്പോഴെല്ലാം ആദ്യം പകുതി സമയം ആത്മചിന്തനത്തിലൂടെ ആത്മബോധത്തിലേക്ക് വരാൻ, ആത്മാനുഭൂതിയിലേക്ക് വരാൻ അഭ്യസിക്കാം. അടുത്ത പകുതി സമയം പരമാത്മചിന്തനത്തിലൂടെ പരമാത്മാനുഭൂതിയും. പതുക്കെ പതുക്കെ ശ്രദ്ധയെ സ്വന്തം ശരീരത്തിൽ നിന്നും ശരീരവുമായി ബന്ധപ്പെട്ട എല്ലാ ചിന്തകളിൽ നിന്നും പതുക്കെ പിൻവലിച്ച് ശ്രദ്ധ ഇരുപുരികങ്ങളുടെ ബന്ധ്യത്തിലേക്ക് കൊണ്ടുവരും. പുരികമധ്യത്തിൽ തിളങ്ങുന്ന ആത്മചൈതന്യത്തെ കാണും. ഈ കണ്ണുകളിലൂടെ കാണുന്നത് ഞാനാണ്, ആത്മസ്വരൂപം. കാതിലൂടെ കേൾക്കുന്നതും ഞാൻ തന്നെയാണ്. വായിൽ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ആത്മശക്തിയാണ്. വീണ്ടും ശ്രദ്ധയെ നെറ്റിത്തടത്തിൽ, തലച്ചോറിനുള്ളിൽ നക്ഷത്രസമാനം തിളങ്ങുന്ന സൂക്ഷ്മാതിസൂക്ഷ്മമായ ആത്മചൈതന്യത്തിലേക്ക് കേന്ദ്രീകരിക്കും. അകക്കണ്ണിൽ തൻ്റെ ആത്മസ്വരൂപത്തെ കാണും. ശരിക്കും മനസ്സിൻ്റെ സ്ക്രീനിൽ ഞാൻ കണിക പോലെ, അതിസൂക്ഷ്മ കണിക പോലെ വെളുത്ത പ്രകാശം ചിതറുന്ന ആത്മനക്ഷത്രത്തെ കാണുകയാണ്. ശാന്തമായ
ആത്മീയ ഊർജ കണികയാണ് ഞാൻ. ശാന്തിയുടെ വെളിച്ചമാണ് എനിക്ക് ചുറ്റും. സ്നേഹം നിറഞ്ഞ പ്രകാശമാണ് ഞാൻ. സ്നേഹമാണ് ഞാൻ. ശക്തി സ്വരൂപമാണ് ഞാൻ. ശക്തിശാലിയായ ഊർജകണിക. ആറ്റത്തേക്കാളും ശക്തി ആത്മാവായ എന്നിലുണ്ടെന്ന് തിരിച്ചറിയുകയാണ് ഞാൻ. ശുദ്ധമായ പരിശുദ്ധമായ ദിവ്യപ്രകാശ കണികയാണ് ഞാൻ. സച്ചിത് ആനന്ദ സ്വരൂപമാണ് ഞാൻ. ജ്ഞാനപ്രകാശമാണ് ഞാൻ. എനിക്ക് വിവേകം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. പരമാത്മസന്താനമാണ് ഞാൻ. ഈശ്വരൻ്റെ കുട്ടിയാണ് ഞാൻ. എൻ്റെ സർവബന്ധുവുമായ പരംപിതാ പരമാത്മാ സർവശക്തിവാനാണ്. സദാ ശാന്തിയിൽ കുടികൊള്ളുന്ന സൈലൻസ് വേൾഡിൽ ശാന്തി നിറഞ്ഞ നിശബ്ദതയുടെ ലോകത്തിലിരിക്കുന്ന സർവേശ്വരൻ്റെ അരികിലാണ് ഞാനിപ്പോൾ. ആ പരമപ്രകാശം മുഴുവൻ വിശ്വത്തിൻ്റെ നാഥനാണ്. വിശ്വപിതാവിനെ കൺമുന്നിൽ കാണുകയാണ് ഞാൻ. കണ്ണിറയെ കാണുകയാണ് ഞാൻ. മൂന്നാം കണ്ണുകൊണ്ട് കാണുകയാണ്. ഭഗവാന്റെ സുന്ദരമായ രൂപം, പരമജ്യോതി സ്വരൂപത്തെ ദർശിച്ച് ദർശന പുണ്യ സായുജ്യമടയുകയാണ് ഞാൻ. ആ പരം ജ്യോതി പരമപ്രകാശത്തിൽ മുങ്ങി
കടലിൽ മുങ്ങും പോലെ ഈശ്വര ചൈതന്യത്തിൽ മുങ്ങിയിരിക്കുകയാണ് ഞാൻ. പരമാത്മ ചൈതന്യം പരമപ്രകാശമായ എന്നിലേക്ക്, ആത്മാവായ എന്നിലേക്ക് നിറഞ്ഞ് ഈശ്വര ചൈതന്യം എൻ്റെ മനസ്സിനെ ആനന്ദം നിറയ്ക്കുകയാണ്. പരമമായ ആനന്ദം, ഈശ്വരീയ ആനന്ദം. ഞാനും സർവേശ്വരനും മാത്രം. എൻ്റെ ജന്മജന്മാന്തര ഇച്ഛ പൂർത്തീകരിക്കപ്പെടുകയാണ് ഇവിടെ. പരമാത്മദർശനത്തിനുള്ള ഇച്ഛ, സത്യത്തെ തേടിയുള്ള അന്വേഷണം, ശാന്തി തേടിയുള്ള അലച്ചിലെല്ലാം അവസാനിച്ചിരിക്കുന്നു. പരമസത്യത്തിൻ്റെ ദർശനം എൻ്റെ മനസ്സിൽ നിറവുണ്ടാക്കി തന്നിരിക്കുകയാണ്. ഇനിയൊരു ഇച്ഛയും എനിക്ക് ബാക്കിയില്ല. നിറഞ്ഞു. ആ നിറവിൻ്റെ ഫീലിങ്ങോടെ ഭഗവാനിൽ നിന്ന് കിട്ടിയ വെളിച്ചം സർവർക്കും കൊടുക്കാനായി കർമ്മക്ഷേത്രത്തിലേക്ക്, ശരീരത്തിലേക്ക് പുരികമധ്യത്തിലിരുന്ന് വെളിച്ചമുള്ള ഒരു ജീവിതം ഞാൻ ജീവിക്കും. ഓം ശാന്തി.